പത്തനംതിട്ട ജില്ലയിലെ അധിക പേരും പ്രവാസികളാണെന്ന് പത്തനംതിട്ട MP ആന്റോ ആന്റണി. സലാലയിൽ പത്തനംതിട്ട സലാല അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ 10,000-കണക്കിന് വീടുകളാണ് ആരുമില്ലാതെ അടഞ്ഞുകിടക്കുന്നത്. നാട്ടിലെ സാമൂഹ്യ മേഖലയിൽ സജീവമാകേണ്ട യുവാക്കളെയും യുവതികളെയും എവിടെയും കാണാനില്ല. ഏത് ചടങ്ങുകൾക്ക് ചെന്നാലും പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മഹത്തായ സാഹോദര്യത്തിൻ്റെയും സഹവർത്തിൻ്റെയും മൂല്യങ്ങൾ പേർന്നവരാണ് ജില്ലക്കാർ. അതിനാൽ ഒന്നിച്ചു നിൽക്കണമെന്നും നാടിനും സമൂഹത്തിനും സാധ്യമായത് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഹോദര്യവും സമത്വവും സ്നേഹവും സഹവർത്തിത്വവും പത്തനംതിട്ട പോലൊരു തീർത്ഥാടക ജില്ല വേറെ എവിടെയെങ്കിലും. സലാലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വിമാന സർവീസിനായി MP പരാതി നൽകി. ഇതിനായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ മനോജ് തോമസ് ചിട്ടപ്പെടുത്തിയ അവതരണ കാരണത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഹംദാൻ പ്ലാസയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രക്ഷാധികാരി ഡോക്ടർ മാത്യൂസ് SP അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K സനാതനൻ, രാകേഷ് കുമാർ ജ എന്നിവർ ആശംസകൾ നേർന്നു. ഇഷൽ അറബിയുടെ ഗാനമേളയും നടന്നു. വിവിധ നൃത്തങ്ങളും അരങ്ങേറി. വിവിധ സംഘടനാ പ്രതിനിധികൾ ആശംസകൾ നേർന്നു. പ്രസിഡന്റ് സുനു ജോൺ, ഭാരവാഹികളായ ഡിംപിൾ മാത്യു, അൻസാരി താടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല.